കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ദാഹത്തോടും സ്നേഹത്തോടും കൂടി വചനം കേൾക്കുവാനായിരിക്കുന്ന ഓരോ പ്രിയ കുടുംബത്തെയും സഹോദരിമാരെയും സഹോദരന്മാരെയും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ്. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഒരായുസ് വച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രം നാം ഈ ഭൂമിയിലായിരിക്കുന്നു എന്നൊരു ബോധ്യം ഓരോ ദിവസവും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ആരുടെയും കഴിവല്ല, ജീവൻ്റെ ദാതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവൻ ഈ ഭൂമിയിലായിരിക്കുന്നതെന്ന് എല്ലാ ദിവസവും നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നന്ദിയുള്ളവരായിരിക്കുമെന്ന് വചനത്തിൽ പറയുന്നത് കൊണ്ട് നാം പലപ്പോഴും വിചാരിക്കും, എന്തോർത്ത് നന്ദി പറയാൻ, മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ കഴിയുന്നു, നാം ഈ താഴ്ചയിലും ഈ പരാജയത്തിലും എല്ലാം കഴിയുന്നു എന്ന് തോന്നിയാലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് അറിയുവാൻ കഴിയുന്നു എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയുവാനുള്ള വലിയ ഒരു കാരണമാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നതിൽ കൂടുതലും ചിലപ്പോൾ സഹോദരിമാരായിരിക്കാം. ഇന്ന് നമുക്ക് സഹോദരിമാരെ കുറിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വംശാവലിയിലേക്ക് കടന്നു വന്ന ചില സഹോദരിമാരെ കുറിച്ച്. എപ്പോഴും പുരുഷന്മാർക്ക് പ്രാധാന്യമാണ്. സഭയിൽ ചിലപ്പോൾ പൗലോസ് എന്നെയും പറയുന്നുണ്ട്, സഭയിൽ സ്ത്രീ മിണ്ടാതിരിക്കട്ടെ, സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നെല്ലാം പറയുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു: സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. അപ്പൊ സഹോദരിമാരെ കുറിച്ചുള്ള ഏറ്റവും വിലയേറിയതായ ഒരു കാര്യമാണ്, അവർ ജീവന്റെ കൂട്ടവകാശികളാണ്. പുരുഷന്മാർക്ക് പലതും ചെയ്യുവാൻ കഴിയും, പല കാര്യങ്ങളിലും അവർ പ്രോമിനൻ്റ് ആണ്, പലതിലും ഭരിക്കുന്നു. ഇന്ന് സ്ത്രീകൾ അതിനൊപ്പം നിൽക്കുന്നു എങ്കിലും ഒരു പുരുഷനെ കൊണ്ട് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിനെ പാലൂട്ടി വളർത്തുവാൻ ദൈവം ഒരിക്കലും ഒരു പുരുഷനെ ദൈവം തെരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ത്രീകളായി ജനിച്ചതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. പലപ്പോഴും ഇത് പറയുന്ന ഞാനും കുഞ്ഞിലെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് റെസ്ട്രിക്ഷൻ വരും. പെൺകുഞ്ഞാണ്, അടങ്ങിയിരിക്കണം, ഒതുങ്ങിയിരിക്കണം, അവിടെ പോകരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും അറിയാതെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആണായി ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരു പുരുഷന് കഴിയാതിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ് ദൈവം ഒരു സ്ത്രീക്ക് നൽകിയിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുവാനായി. കാരണം സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ നാമും പങ്കാളികളാകുകയാണ്. വരുന്ന തലമുറയിൽ ഈ ഭൂമിയിൽ ഒരു ജനതയെ വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യരെ ദൈവമാക്കി വച്ച് നിങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവൻ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്യന്ത പദ്ധതിക്ക് നാമും ചേർന്ന് ദൈവത്തിന് കൂട്ടാളികളാവുകയാണ്. പലപ്പോഴും നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യവുമില്ല. നമ്മുടെ മക്കളെ നാം എത്രത്തോളം നന്നായി അവരെ ആരോഗ്യത്തോടുകൂടി, ശരീരത്തിൻ്റെ ആരോഗ്യത്തോടുകൂടി, മനസ്സിൻ്റെ ആരോഗ്യത്തോടുകൂടി, ആത്മാവിൻ്റെ ആരോഗ്യത്തോടുകൂടി നാം വളർത്തിവിടുന്നു, അത്രമാത്രം ദൈവകൃപയിൽ നാം ഒരു തലമുറയെ വളർത്തുകയാണെന്നൊരു വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ പല കാര്യങ്ങളിലും സ്ത്രീകളെ മാറ്റിവെക്കുന്നു എങ്കിലും ഈ വചനത്തിൽ, പ്രത്യേകിച്ച് യഹൂദ സമുദായത്തിൽ, ഈ വചനം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. അല്ലെങ്കിൽ യഹൂദന്മാർക്ക്, പലരും പറയും ദൈവത്തിൻ്റെ ഈ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ പുസ്തകം നാം എന്തിനു വായിക്കുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഒരു യഹൂദനായി ജനിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജാതികളായിരുന്ന, ഒരിക്കലും രക്ഷയ്ക്ക് പാത്രമാകാൻ യോഗ്യതയില്ലാതിരുന്ന നമ്മെയും കൃപയിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനം നമുക്കായി തരുമ്പോൾ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിൽ ആ പഴയ നിയമ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്ന് കരുതിയിരുന്നിട്ടും മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് എഴുതുമ്പോൾ അതിനകത്ത് 5 സഹോദരിമാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. നമുക്ക് ഇന്ന് അല്പസമയം ആ 5 സ്ത്രീകൾ, അവർ കടന്നുപോയ വഴികൾ, അവർ എപ്രകാരമാണ് ആ വംശാവലിയിൽ വന്നത്, അവർക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടായിട്ടാണോ, അതോ മനുഷ്യർക്ക് പുറത്തു പറയുവാൻ കഴിയാത്ത രീതിയിൽ നാണം കെട്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നോ എന്നെല്ലാം നമുക്ക് നോക്കാം. കാരണം നാം ഓരോരുത്തരും ചിലപ്പോൾ ജീവിതത്തിൽ പല പരാജയത്തിൽ കൂടി കടന്നുപോയവരാണ്.
പോയവരാണ്. പലരുടെയും മുമ്പിൽ നാം നിന്ദിക്കപ്പെട്ടു പോയവരാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നാം ഒരിക്കലും പറയേണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നമ്മുടെ നാവിൽ കൂടി വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യോ വേണ്ടായിരുന്നു ആ വാക്ക് മാത്രമല്ല, ചില പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ ഓരോ പ്രായത്തിലും, കുഞ്ഞു പ്രായം മുതൽ യൗവന പ്രായത്തിൽ, അത് കഴിഞ്ഞ് കുടുംബസ്ഥരാകുമ്പോൾ പലരോടും നാം സ്വയം തെറ്റിപ്പോകുന്നത്, പാപത്തിൻ്റെ വഴികളിൽ വീണു പോകുന്നത്, ഇതെല്ലാം ഓർത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കാനല്ല, അതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് ദൈവകൃപയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ നാം ഇന്ന് ആ 5 സഹോദരിമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോയവരാണ് എന്ന് ഓർക്കുമ്പോഴാണ് ദൈവമേ, നമുക്കും ഒരു നന്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉയർച്ചയ്ക്ക്, ദൈവസന്നിധിയിൽ ഒരു മാന്യതയ്ക്ക് നമുക്കും കാരണമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സ്തോത്രം പറയുവാനായി നമുക്ക് കഴിയും. അപ്പോൾ ആ മത്തായിയുടെ സുവിശേഷം അതിലെഴുതിയിരിക്കുന്ന വംശാവലിയിൽ 5 സ്ത്രീകൾ എഴുതിയിരിക്കുന്നതിൽ ഒന്നാമതായി എഴുതിയിരിക്കുന്നത് യഹൂദയുടെ മരുമകളായിരുന്ന തമാറിനെ കുറിച്ചാണ്. രണ്ടാമത് വരുന്നത് റാഹബിനെ കുറിച്ചാണ്. മൂന്നാമത് വരുന്നത് രൂത്തിനെ കുറിച്ചാണ്. കാരണം ദാവീദിൻ്റെ വല്യമ്മച്ചിയായി മാറിയ രൂത്ത്, മോവാബിയായിരുന്ന രൂത്തിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞെഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ ഭാര്യയായി മാറിയ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബത്ശേബയെ കുറിച്ച്. പിന്നത്തേതിൽ കന്യകയായിരുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകിയ നമ്മുടെ കർത്താവായിരിക്കുന്ന, ലോകരക്ഷിതാവായിരിക്കുന്ന, ഇമ്മാനുവേലായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിന് ജന്മം കൊടുത്ത മറിയയെക്കുറിച്ചാണ് 5-ാമത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ പലരും പലരുടെ ഭാര്യ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജീവിതത്തിൽ നല്ല പേര് സമ്പാദിച്ചിട്ടുള്ളവരൊന്നുമല്ല ഇവർ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തതാണ്. കുലമഹിമയുള്ളവർ, ജീവിതത്തിൽ ഒരു കുറ്റവും കുറവും ചെയ്യാത്ത, സാമ്പത്തികമായും മറ്റു എല്ലാ നല്ല കുടുംബങ്ങളിൽ ജനിച്ച് വളർന്ന അനേകരുണ്ടായിരിക്കെ ദൈവത്തിൻ്റെ ഈ വംശാവലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ത്രീകളെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. ഒന്നാമത് എഴുതിയിരിക്കുന്നത് താമാറിനെ കുറിച്ച് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 38-ാമത്തെ അധ്യായത്തിലാണ്. യാക്കോബിന്റെ 12 മക്കൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠ പദവിയിലൊക്കെ ഇരുന്ന യഹൂദയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, 3 മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളിൽ മൂത്തവനായിരുന്ന ഓൻ, അവൻ വിവാഹം കഴിച്ചതായിരുന്നു താമാറിനെ. ഹല്ലേലൂയ. അവളൊരു കനാന്യ സ്ത്രീയായിരുന്നു. യഹൂദ ദൈവത്തെ സ്തുതിക്കുമെന്നും അല്ലെങ്കിൽ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും എല്ലാം കുടുംബത്തിന് വേണ്ടി പലതും ചെയ്യുവാൻ നിന്നുവെങ്കിലും അബ്രഹാമും ഇസഹാക്കും ചെയ്തതുപോലെ തൻ്റെ പിതൃപാരമ്പര്യത്തിൽപ്പെട്ടവരെ തിരഞ്ഞെടുക്കുവാൻ, ഒരു ഭാര്യയായി തിരഞ്ഞെടുക്കുവാൻ ആ യഹൂദ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അപ്പൻ്റെ ആ ഭവനത്തിൽ നമ്മുടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹൂദ ഒരു അതുല്യാമിൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. പിന്നത്തെ ഇതിൽ അവർക്കുണ്ടായ 3 മക്കളിൽ നിന്ന് ആദ്യത്തെ മകനായിരുന്നവന് താമാറിനെ ഭാര്യയായിട്ട് എടുക്കുന്നു. അവളും ഒരു കനാന്യ സ്ത്രീയായിരുന്നു. ഇന്നത്തെ അന്നത്തെ ജീവിത രീതി അനുസരിച്ച് ഒരു മകൻ്റെ ഭാര്യയായിരുന്നവളിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് കുഞ്ഞുങ്ങളില്ല എങ്കിൽ അടുത്ത മകനെ വിവാഹം കഴിച്ച് മൂത്തവന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന യഹൂദയുടെ മൂത്ത മകളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. താമാർ വിവാഹം കഴിച്ച യഹൂദയുടെ മൂത്ത മകളിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തത് കൊണ്ട് അവൻ മരണപ്പെട്ടുപോയി. ദൈവത്തിന് പ്രസാദമില്ലാത്തത് കൊണ്ട് അവൻ മരണപ്പെട്ടുപോയി. അങ്ങനെ അവന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനുള്ള അവകാശം 2ാമത്തെ മകനിലേക്ക് വന്നു. താമാർ ആ 2ാമത്തെ മകനെ വിവാഹം കഴിച്ചു. പക്ഷേ അവനൊരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ പിതൃ അവകാശം തനിക്ക് വരില്ല, അത് തൻ്റെ ജ്യേഷ്ഠന് പോകും, മരിച്ചുപോയ ജ്യേഷ്ഠന് പോകും എന്ന് ഓർത്തിട്ട് അവളിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ അവൻ ഇഷ്ടമായില്ല. അത് യഹോവയ്ക്ക് അനിഷ്ടമായി മാറിയത് കൊണ്ട് അവനെയും ദൈവം ഈ ജീവിതത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. തുടർന്ന് അവൾ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. കാരണം പിന്നെ ഒരു മകനുണ്ട്, ഷേല എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. യഹൂദയ്ക്ക് 3ാമത്തെ കുഞ്ഞായിരുന്ന ഷേല അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് താമാർ പറയുമ്പോൾ, കാരണം അന്നത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളതാണ്, ഒരു കുഞ്ഞിനെ അടുത്ത തലമുറയെ ജനിപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ ഒരു സ്ത്രീ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആ വംശാവലി നിലനിർത്തുവാൻ അത് അത്യാവശ്യമായിരിക്കെ താമാർ യഹൂദയുടെ അടുക്കലേക്ക് കടന്നുപോയി 3ാമത്തെ കുഞ്ഞിന് വേണ്ടി പറയുമ്പോൾ 2 മക്കളെ നഷ്ടപ്പെട്ടു. ഇനി ഒരു കുഞ്ഞിന് വേണ്ടി അവനെ വിവാഹം കഴിച്ചാൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്നോർത്ത് താമാറിനെ അവനെ വിവാഹം കഴിക്കുവാൻ അനുവദിച്ചില്ല. യഹൂദ പറയാം, അവൻ കുഞ്ഞാണ്, അവൻ പ്രായമായിട്ടില്ല, അവൻ മുതിർന്നതിന് ശേഷം അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് അവളെ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി നിൽക്കുവാനായി പറയുന്നു. താമാർ അവിടെ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും. കാരണം 2 വിവാഹം കഴിച്ചു, 2ലും കുഞ്ഞുങ്ങളില്ല, അവർ മരിച്ചുപോയി. അവളുടെ ആ മാനസിക
മാനസിക നിലവാരത്തിൽ അവൾ ആ പിതൃഭവനത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ അവൾ കേട്ടു യഹൂദ അടിയന്തരത്തിന് വേണ്ടി പോവുകയാണ്, രോമം കത്തിരിക്കുവാനായി തൻ്റെ കൂട്ടുകാരനെന്ന ഹീരായോടൊപ്പം പോവുകയാണ്. അവർ പോകുന്ന വഴിയരികിൽ ഒരു വൈധവ്യ വസ്ത്രം ധരിച്ച് അവൾ അവിടെ ഇരിക്കുകയാണ്. അത് ഇരിക്കുമ്പോൾ ആ യഹൂദ അവളെ കണ്ടു, അവളോടൊപ്പം ശയിച്ചു. അവൾ ഗർഭിണിയാവുകയാണ്. പക്ഷേ അവൾ ഒരു പ്രതിഫലം ചോദിക്കുന്നു, ഒരു ആട്ടിൻകുട്ടിയെ. അന്നേരം ആട്ടിൻകുട്ടി ഇല്ലാത്തത് കൊണ്ട് അവൾ പറയുകയാണ്, നിന്റെ മുദ്രമോതിരവും നിന്റെ കയ്യിലിരിക്കുന്ന വടിയും ആ മോതിര ചരടും എൻ്റെ കയ്യിൽ തരിക, നീ എനിക്ക് ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇതിനെ തിരികെ തരുന്നതായിരിക്കുമെന്ന് പറയുന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം വചനത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു യഹൂദ സംസ്കാരത്തിൽ അന്നത്തെ ജീവിത നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ യഹൂദ തിരിച്ചു പോകുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ അവൻ അറിയുകയാണ് തൻ്റെ മരുമകളായിരുന്ന തമാർ അവൾ ഗർഭിണിയായി എന്ന്. അവൻ പറയുകയാണ് അവളെ നശിപ്പിക്കണം, കാരണം കുടുംബത്തിന് അപമാനം വരുത്തി, ഭർത്താവില്ലാതിരിക്കെ ഗർഭിണിയായി തീർന്ന് അവളെ ഇനി ഭൂമിയിൽ വച്ചിരിക്കാൻ പാടില്ല, അവളെ നശിപ്പിക്കണം. കാരണം ആ സമൂഹത്തിൽ വലിയ പദവിയാണ്, വാക്കിന് വിലയുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ് താമാറിനെ കൊണ്ടുവരികയാണ്. ഗർഭിണിയായിരുന്ന താമാറിനെ കൊണ്ടുവരുമ്പോൾ അവൾ പറയുന്നു, ഈ മുദ്രമോതിരത്തിനും മോതിര ചരടിനും ഈ വടിക്കും അവകാശിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് പിതാവ് എന്ന് പറയുന്നു. യഹൂദ നാണം കെട്ട് അവിടെ യഹൂദ പറയാണ്, അവൾ എന്നിലും നീതിയുള്ളവൾ. ഹല്ലേലൂയ. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും അതിനെ നമുക്ക് വിശദീകരിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനോ കഴിയാത്ത സ്ഥാനത്ത് അവൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ, തലമുറയെ നിഷേധിച്ച യഹൂദയോട് പ്രതികാരം ചെയ്തതുപോലെ താമാർ 2 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അതിൽ നിന്നുള്ള സേരഹിലാണ് കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ തലമുറ വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ സമൂഹത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു വ്യക്തി ഇതുപോലൊരു അവസ്ഥയിലേക്ക് കടന്നുപോയി. തൻ്റെ മുദ്രമോതിരവും മോതിര ചരടും വടിയും ഒരിക്കലും ഇതുപോലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതല്ലായിരുന്നു. ഒരു നിമിഷത്തെ ബലഹീനതയിൽ യഹൂദ അത് വിട്ടു കളഞ്ഞു എങ്കിലും തമാറിനെ ദൈവസന്നിധിയിൽ നീതിയുള്ളവളാക്കി തീർത്തു. ഹല്ലേലൂയ. നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കുറവുകൾ, കുറ്റങ്ങൾ, മറ്റുള്ളവർ അതും ഇതും പറഞ്ഞ് നിങ്ങളെ വലിച്ച് സമൂഹത്തിൻ്റെ മുമ്പിലിട്ട് പിച്ച് ചീന്തുവാനൊക്കെ നിൽക്കുമ്പോഴും ദൈവം ചില സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ നീതിയെ കണക്കട്ടെ, നിങ്ങൾക്കത് നീതിയായി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ മറുപടങ്ങൾ നിങ്ങളെ നിശ്ചയമായി സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ വംശാവലിയിലേക്ക് കടന്നു വന്ന താമാർ അവൾ അനുഭവിച്ച മാനസിക പീഡ പിന്നത്തേതിൽ ഏറ്റവും ശ്രേഷ്ഠ പദവിയിലേക്ക് അവളെ എത്തിക്കുകയാണ്. രണ്ടാമതായി അതിൽ വരുന്ന വ്യക്തിയാണ് റാഹാബ് എന്ന വേശ്യ. അവളെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു, റാഹാബ് എന്ന വേശ്യ. അവൾ താമസിച്ചിരുന്നത് എരീഹോ പട്ടണത്തിന് ചുറ്റും കെട്ടിയിരുന്ന കോട്ടയുടെ മുകളിലായിരുന്നു റാഹാബ് വസിച്ചിരുന്നത്. അവളെക്കുറിച്ച് അങ്ങനെ എഴുതുകയാണെങ്കിൽ അവൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് അവിടെ ചെയ്തിരുന്നവളായിരിക്കാം ആ കോട്ട മുകളിൽ. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ആ കോട്ടയ്ക്ക് ഭയങ്കര വീതിയാണ്, അവിടെ ഒത്തിരി പേർ പാർത്തിരുന്നു. അക്കൂട്ടത്തിലുള്ളതായിരുന്നു റാഹാബ്. യോശുവയും കൂട്ടരും വാഗ്ദത്ത ദേശമായിരിക്കുന്ന ആ കനാൻ ദേശത്തിലേക്ക് എത്തുമ്പോൾ, യോർദാൻ കടന്ന് അവർ ആ വാഗ്ദത്ത ദേശത്തേക്ക് എത്തുമ്പോൾ എരീഹോ പട്ടണത്തെ ഉറ്റുനോക്കുവാനായി പോവുകയാണ്. എരീഹോ പട്ടണമാണ് അവർക്ക് ഇസ്രായേൽ ജനത്തിന് ആദ്യമായി പിടിക്കേണ്ടത്. അങ്ങനെ 2 പേരെ, സൽമോനെയും വേറൊരു വ്യക്തിയെയും കൂടി അവിടെ ഉറ്റുനോക്കുവാനായിക്കാണ്. ആ ദേശം എങ്ങനെ നമുക്ക് അതിനകത്ത് കടക്കുവാൻ കഴിയും, എങ്ങനെ അതിനെ പിടിക്കുവാൻ കഴിയും എന്നെല്ലാം 2 ഒറ്റുകാരെ യോശുവയും കാലബും അയക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ റാഹാബ് അവരെ കാണുന്നു. അവൾക്ക് മനസ്സിലായി ഇവർ തൻ്റെ കൂട്ടത്തിലുള്ളവരല്ല, ആ എരീഹോയിലുള്ളവരല്ല, കനാന്യ പട്ടണക്കാരല്ല, ഇവർ ഇസ്രായേൽ മക്കളാണ്. അവരുടെ വേഷം കൊണ്ടോ എന്തോ കൊണ്ടോ അവൾക്കത് മനസ്സിലായി. അവൾ അവരെ ഒളിപ്പിക്കുന്നു. കാരണം ആ എരീഹോ പട്ടണത്തിൻ്റെ അധിപന്മാർ അറിഞ്ഞാൽ ഇവരെയും നശിപ്പിക്കും, റാഹാബിനെ നശിപ്പിക്കും. അവൾ അവരെ ഒളിച്ചു കൊള്ളുന്നു. കാരണം അവൾക്കറിയാം യഹോവയെക്കുറിച്ചുള്ള ഭീതി അവിടെയെല്ലാം പരന്നിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടം ജനം വരികയാണ്, ഇസ്രായേൽ ജനം വരികയാണ്, അവർ വന്നു കഴിഞ്ഞാൽ തങ്ങളെ നശിപ്പിക്കും, അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുണ്ടായിരുന്നത് കൊണ്ട് റാഹാബ് പറയുകയാണ്, നിങ്ങൾ ഈ കോട്ട പിടിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്തുകൊള്ളുക. അവർ പറയുന്നു, ഞങ്ങൾ വരുമ്പോൾ നീ ഇവിടെ ഒരു ചുമന്ന ചരട് കെട്ടിയിരിക്കണം, എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തിൽ ഇരിക്കണം, ഈ ഭവനത്തിലിരുന്നാൽ നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. ആ പറഞ്ഞ വാക്ക് പാലിച്ചു. അവരെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു എന്നുള്ള ഒറ്റ വിശ്വാസത്തിന്റെ പ്രവൃത്തി കാരണം പിന്നത്തേതിൽ യോശുവയും കൂട്ടരും ആ എരീഹോ കോട്ട ഇടിച്ചിടുന്നതിന് മുമ്പേ തന്നെ റാഹാബിനെയും കൂട്ടരെയും അവിടെ നിന്ന് രക്ഷിക്കുന്നു, ആ കുടുംബത്തെ രക്ഷിക്കുന്നു. അങ്ങനെ അവളും
ആ വംശാവലിയിൽ വരുന്നു. റാഹബ് എന്ന വേശ്യ എന്ന് ആ പട്ടണവാതിൽക്കൽ പാർത്തിരുന്ന അവളെക്കുറിച്ച് എഴുതിയെങ്കിലും അവൾ ആ വംശാവലിയിൽ വരുന്നു. കാരണം ദൈവമക്കൾ എന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഭയത്താൽ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ അവരെ അവൾ സംരക്ഷിച്ചത് കൊണ്ട് പിന്നത്തേതിൽ അവൾക്കും കുടുംബത്തിനും ഒരു ദൈവിക സംരക്ഷണം നൽകി അവളെയും ആ വംശാവലിയിലേക്ക് കർത്താവ് എഴുതി ചേർക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കുന്നു. പിന്നത്തേതിൽ അടുത്ത് വരുന്ന വ്യക്തിയാണ് റൂത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, റൂത്തിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നവോമിയുടെ മരുമകളായിരുന്ന റൂത്ത്, ഇസ്രായേൽക്കാരായിരുന്ന ബേത്ലഹേമ്യരായിരുന്ന ആ നവോമിയും കൂട്ടരും അവർ ആ മോവാബ് ഒരു ക്ഷാമം വന്നു, ദേശത്തിൽ ഒരു ചെറിയ ക്ഷാമം വന്നപ്പോൾ അവർ ഇവിടെ വിട്ട് ഓടുകയാണ്. അപ്പത്തിൻ്റെ ഭവനമായിരുന്ന ബേത്ലഹേം വിട്ടിട്ട് ശപിക്കപ്പെട്ട മോവാബിലേക്ക് അവർ പോവുകയാണ്. മോവാബിയരെ കുറിച്ച് പറയുന്നത് ലോകത്തിന് തന്റെ സ്വന്തം മക്കളിൽ ഉണ്ടായ ഒരു ജാതിയായിരുന്നു മോവാബ്യർ, അമ്മോന്യരും മോവാബ്യരും. കർത്താവ് പറയുന്നു, നിന്റെ 10ാം തലമുറ വരെ യെരുശലേം ദേവാലയത്തിനകത്ത് കടക്കരുത്. ശപിക്കപ്പെട്ട ജാതിയായിരുന്നു. ആ കുടുംബത്തിൽ ജനിച്ചവരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിലേക്ക്, യെരുശലേമിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത ശപിക്കപ്പെട്ടവരായിരുന്നു. അക്കൂട്ടത്തിലുള്ള ഒരുവളായിരുന്നു രൂത്ത്. മോവാബിൽ അപ്പമുണ്ട്, അല്ലെങ്കിൽ ധാന്യമുണ്ട്, അവിടെ നിറയെ ഭക്ഷണമുണ്ടെന്ന് ഓർത്ത് പോയതാണ്. ഭക്ഷണം കിട്ടി, പക്ഷേ കുടുംബത്തിലെ 3 ആണുങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പനെയും 2 മക്കളെയും നഷ്ടപ്പെട്ടു. തിരിച്ച് നവോമി അടുത്ത് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വണ്ണം തൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട് മടങ്ങി വരുമ്പോൾ 2 മരുമക്കളോടും പറയുകയാണ്, നിങ്ങൾ അവിടെ പാർത്തുകൊള്ളുക, നിങ്ങളുടെ പിതൃഭവനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. മൂത്ത മരുമകളായിരുന്ന ഓർപ്പ നവോമിയെ ചുംബിച്ച് ആ ദേശത്തിലേക്ക് തന്നെ കടന്നു പോകുന്നു. അവരുടെ പിതൃഭവനത്തിലേക്ക് പോകുമ്പോൾ രൂത്ത് അവളെ വിട്ടുമാറുന്നില്ല. തിരിച്ച് അവളോട് കൂടെ യെരുശലേമിലേക്ക് വരുന്നു, ബേത്ലഹേമിലേക്ക് വരുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ യവക്കൊയ്ത്തിന്റെ സമയമാണ്. കൊയ്ത്തിന്റെ ആരവാരങ്ങൾ കേൾക്കുന്നു. അങ്ങനെ പിന്നെ ആ രൂത്തിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നവോമി രൂത്തിനെ ആ കാല പെറുക്കുവാനായി അയക്കുന്നു. അവൾ മറ്റാരുടെയും വയലിലേക്ക് പോകാതെ ആ ദേശത്തിലെ ആ എൽക്കാനയുടെ, നവോമിയുടെ ഭർത്താവിന്റെ ചാർച്ചക്കാരനായിരുന്ന, ഇവരെ വീണ്ടെടുക്കുവാൻ, ഇവരെ ഒന്ന് സഹായിപ്പാൻ കഴിവുണ്ടായിരുന്ന ബോവസിന്റെ വയലിലേക്ക് തന്നെ രൂത്തിനെ പറഞ്ഞു വിടുന്നു. അവിടെയും നമുക്ക് വിചാരിക്കാത്ത സാമൂഹ്യ സ്ഥിതികളും എല്ലാം നമുക്ക് ആ കഥകളിൽ വായിക്കുവാനായി കഴിയും. കാരണം എല്ലാം ചേർന്ന് കൊയ്യുന്ന ആ ദിവസങ്ങളിൽ വേലക്കാരനും യജമാനനും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആനന്ദിക്കുമ്പോൾ അവരെല്ലാവരും ആ കൊയ്ത്തിന്റെ കളത്തിൽ പാർക്കും. ആ ദിവസം യജമാനന്റെ പുതപ്പിനടിയിൽ കിടന്ന് അവനോടൊരു അഭയം ചോദിച്ച രൂത്തിനെ പിന്നത്തേതിൽ ബോവസ് കല്യാണം കഴിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ബന്ധമായിട്ട് അത് കൂട്ടിച്ചേർക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് 10ാം തലമുറ വരെ കടന്നു വരുവാൻ യോഗ്യതയില്ലാതിരുന്ന രൂത്ത്, അവൾ ബോവസുമായി ചേർന്ന് ഈശായിയുടെ വല്യപ്പച്ചിയെ ഓബേദിനെ ജനിപ്പിക്കുകയാണ്. ഈശായിയുടെ അപ്പനെ ആയിരുന്ന ഓബേദിനെ ജനിപ്പിക്കുകയായിരുന്നു. ദാവീദിന്റെ വല്യമ്മച്ചിയായി അവൾ മാറുകയാണ്. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലേക്ക് അവളും കടന്നു വരുന്നു. ആ ഗോത്രത്തിലാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ശപിക്കപ്പെട്ടവളായിരുന്ന രൂത്ത് തൻ്റെ അമ്മയോടുള്ള സ്നേഹം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കുമെന്ന് പറഞ്ഞ് വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ അമ്മയെ ഒറ്റപ്പെടുത്തി കളയാതെ കൂടെ ചേർന്ന് നിന്നത് കൊണ്ട് ആ സ്നേഹബന്ധം കാരണം അവൾ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും ഏത് ശപിക്കപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോയാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ വന്നാലും, ആരെല്ലാം നിങ്ങളെ നഷ്ടപ്പെട്ടാലും, നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃഭവനത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് നിൽക്കേണ്ടി വന്നാലും, യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായും ഒരു അനുഗ്രഹം, കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് നിങ്ങൾ ശരണം പ്രാപിച്ചു വന്നാൽ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ദൈവം നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തമാറിനെ പോലെ, റാഹബിനെ പോലെ, രൂത്തിനെ പോലെ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ വംശാവലിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പേരെഴുതി ചേർക്കപ്പെട്ട പ്രസിദ്ധരായി മാറുവാൻ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. പിന്നത്തേതിൽ അടുത്തെഴുതിയിരിക്കുന്നത് യൂരിയാവിൻ്റെ ഭാര്യയായ ബത്ശബയിൽ ദാവീദിന് ജനിച്ച ശലോമോനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ 4ാമത്തെ പദവി അവിടെ ഇരിക്കുന്ന ദാവീദിൻ്റെ ഭാര്യ പദവി അല്ല ബത്ശബയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ഊറിയാവിൻ്റെ ഭാര്യയായിരുന്ന ബത്ശബ. ഹല്ലേലൂയ. ഊരിയാവിനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത. ആ ഊരിയാവും ഭാര്യ, നമുക്കറിയാം, ഒരു ദിവസം ഈ സഹോദരി കുളിക്കാൻ പോയതായിരുന്നു. രാജാവ് തൻ്റെ സൈന്യമെല്ലാം യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയം രാജാവ് മാളിക മുറിയിൽ ഉലാവുകയാണ്. ആ സമയത്ത് തൻ്റെ ഭവനത്തിൻ്റെ അടുക്കലുള്ള ഒരു സ്ഥലത്ത് ഈ സഹോദരി കുളിക്കുകയാണ്. കുളിച്ചു കൊണ്ടിരുന്ന സഹോദരിയെ രാജാവിനെ കണ്ട് ഇഷ്ടം തോന്നി അവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജാവ് അവളെ ഭാര്യയായിട്ട് എടുക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന് ആ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ പക്ഷേ ദൈവം ജീവിക്കുവാൻ അനുവദിച്ചില്ല. കാരണം അതൊരു പാപത്തിൻ്റെ സന്തതി പോലെ. ഭർത്താവ് യുദ്ധക്കളത്തിൽ പോയിരിക്കുമ്പോൾ, ഭർത്താവ് യുദ്ധത്തിന് വേണ്ടി പോയിരുന്ന സമയത്ത്
അവൻ്റെ നിഷ്കളങ്കിയായിരുന്ന ഭാര്യയെ പിടിച്ചു കൊണ്ടുവന്ന രാജാവ്, അവൾക്ക് എതിർക്കുവാൻ കഴിയുകയില്ല. കാരണം അന്നത്തെ ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും യോദ്ധാവായിരുന്ന ഒരു രാജാവായിരുന്നു ദാവീദ്. ദാവീദിന്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കുവാൻ ആർക്ക് കഴിയുകയില്ല. അവൾ വേദനിക്കുന്ന ഹൃദയവുമായിട്ടായിരിക്കാം. മറ്റുള്ളവർ പറയും ചിലപ്പോൾ കൊട്ടാരത്തിൽ അവൾ രാജ്ഞിയായി സന്തോഷത്തോടു കൂടി വന്നെന്നോ. പക്ഷെ ഒരു സ്ത്രീയാണ് തൻ്റെ കുടുംബജീവിതം വിട്ട് തൻ്റെ പ്രാണപ്രിയനായിരുന്ന ഭർത്താവിനെ വിട്ടൊക്കെ കടന്നു വരേണ്ടി വരുമ്പോൾ അവൾ അനുഭവിക്കുന്ന മാനസിക വേദന എത്രമാത്രം വലുതായിരിക്കും. ആ ബന്ധത്തിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നു. ദാവീദ് അവിടെ ഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ദൈവം ആ കുഞ്ഞിനെ കൊടുത്തില്ല. പക്ഷേ ആ വിശ്വസ്തനായിരുന്ന രാജാവിനോടും രാജ്യത്തോടും വിശ്വസ്തനായിരുന്ന ഒരു സൈനികനായിരുന്നു ബത്ശബയുടെ ഭർത്താവായിരുന്ന ഊറിയാവ്. അവനെ പിന്നത്തേതിൽ ദാവീദ് കൊല്ലുന്നു. ഈ വിഷയത്തിൽ മാത്രമാണ് ദൈവവചനത്തിൽ ദാവീദിന് നേരെ വിരൽ ചൂണ്ടുവാനായി, കുറ്റം പറയുവാനായി, ദോഷമുള്ളവനായി, ദൈവസന്നിധിയിലെ കുറ്റക്കാരനെന്ന് വന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. പക്ഷേ പല ദൈവഹിത പ്രകാരമല്ലാത്ത പല സംഭവങ്ങളും പിന്നത്തേതിൽ ദാവീദ് ഊരിയാവിനെ യോവാബ് മുഖേന അവൻ കൊന്നുകളയുകയും ചെയ്യുന്നു. എന്നിട്ടും കർത്താവ് ആ ബത്ശബയിൽ ജനിക്കുവാൻ പോകുന്ന ശലോമോനെ അവനെ ആദ്യമേ തന്നെ പേരിട്ടു. ഉദരത്തിലായിരിക്കുമ്പോൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ശലോമോനെ യദീദാവെന്ന് പേരിട്ടു. ദൈവം സ്നേഹിച്ചു, അവനെ കൊടുത്തു. ദാവീദിന്റെ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വംശാവലിയിലേക്ക് ആ ശലോമോൻ കടന്നു വരുന്നു. അതിനായി തിരഞ്ഞെടുത്തത് ബത്ശബ. അവളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവൾ എന്തുമാത്രം മാനസികമായി അവൾ തകർന്നു കാണും. ഈ കൊട്ടാരത്തിലിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് മരിക്കുന്നതറിയുന്നു, പോയി കാണുവാൻ കഴിയാതെ ഇവിടെ ഇരുന്ന് അങ്ങനെയെല്ലാം ഹൃദയത്തിൻ്റെ തകർച്ചകൾ, ജീവിതത്തിൽ താളപ്പിഴകൾ വന്നു പോയത് അവളുടെ കുറ്റമായിരുന്നോ? അല്ല. അവൾക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു, അവൾക്ക് മരിച്ചു, ഇതെല്ലാം ചോദിക്കാം. പക്ഷേ ദൈവം അവളുടെ ജീവിതത്തിൽ വന്ന അവളുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ എല്ലാം കണക്കിലെടുത്ത് ആ ബത്ശബയെയും കർത്താവിൻ്റെ വംശാവലിയിലേക്ക് എഴുതി വയ്ക്കുന്നു. ഹല്ലേലൂയ. പിന്നത്തേതിൽ ഉള്ളത് കന്യകയായിരുന്ന മറിയ. ഒരു കന്യകയായിരുന്നു, ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായിരുന്ന മറിയ. ദൂതൻ അവൻ അരുളപ്പാട് കൊടുത്ത് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി കർത്താവായിരിക്കുന്ന യേശുവിനെ കരങ്ങളിലെടുക്കുവാൻ, ഉദരത്തിൽ ചുമക്കുവാൻ, കരങ്ങളിലെടുക്കുവാൻ മറിയെ ദൈവം ഉപയോഗിക്കുകയാണ്. തൻ്റെ ഭർത്താവായിരുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന യോസഫ് അവളെ ഉപേക്ഷിക്കുവാനൊക്കെ ശ്രമിച്ചുവെങ്കിലും സ്വർഗത്തിൻ്റെ സന്തതിയായി കർത്താവിനെ അവളുടെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള അരുളപ്പാട് സ്വപ്നത്തിൽ കൂടി കൊടുത്ത് യോസഫ് മറിയെ ചേർത്ത് കൊണ്ടു ദൈവത്തിൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ രക്ഷകന്റെ അമ്മ എന്നുള്ള പദവിയിലേക്ക് മറിയെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തുമാത്രം പുറത്ത് പറയാൻ കൊള്ളാത്ത അപമാനത്തിൻ്റെ, നിന്ദയുടെ, ലജ്ജയുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ സഹോദരിമാരെയാണ് കർത്താവിൻ്റെ വംശാവലിയിൽ കൂടി ദൈവം തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് ഖണ്ഡിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ, നല്ല കുടുംബത്തിൽ ജനിച്ചതോ, നല്ല പാരമ്പര്യമോ, സമ്പത്തോ, സൗന്ദര്യമോ, ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമായിരിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യം. നമ്മുടെ ഹൃദയം വിചാരത്തിനോ, നമ്മുടെ മാർക്കിടയിലിനോ, നമ്മുടെ ഒരു മാനദണ്ഡങ്ങൾക്കും, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. നിങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയവരാണ്. എൻ്റെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അയ്യോ എൻ്റെ കാര്യം പുറത്ത് പറഞ്ഞാൽ ആകെ നാണക്കേടാകും, എങ്ങനെയും ഞാനൊന്ന് ഒതുങ്ങിയിരുന്നോട്ടെ എന്നെല്ലാം വിചാരിച്ചാൽ ദൈവം നിങ്ങളെയും കണ്ടിരിക്കുന്നു. ഹീനപാത്രമായി പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് മാനപാത്രമാക്കി മാറ്റി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വിലയേറിയ രക്തം നിങ്ങളെയും മാനിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കോട്ടങ്ങൾ, തകർച്ചകൾ മനുഷ്യരുടെ മുമ്പിൽ പറയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരോടുകൂടി നിലവിളിച്ചു കഴിഞ്ഞാൽ നമ്മെയും നമ്മുടെ തലമുറകളെയും പലതിലും എഴുതി ചേർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തൻ തന്നെയാകുന്നു. ആരും നിരാശപ്പെട്ടു പോകരുതേ. കഴിഞ്ഞ നാളുകളിൽ വന്നതിനെക്കുറിച്ച് ഓർത്ത് ആരും തകർന്നു പോകരുതേ. ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ ഇടയിൽ ഏറ്റവും മാന്യതയുള്ളവരും ശ്രേഷ്ഠരായി മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ വചനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും കുറ്റമുള്ള മനസാക്ഷിയോടുകൂടി, കർത്താവെ കുറ്റബോധത്തോടുകൂടി, പിശാചിടുന്ന കുറ്റബോധത്താൽ ദൈവമേ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നേരായി ചിരിക്കുവാനും സംസാരിക്കുവാനും ഒന്നും കഴിയാതെ ചില കാരാഗ്രഹങ്ങൾ സ്വയം തീർത്ത് അതിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു
ആയിരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് പുറത്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ. ദൈവമേ, താമാറിൻ്റെ പ്രവൃത്തിയെ നീതീകരിച്ച ദൈവം, റഹബിൻ്റെ വിശ്വാസത്തെ കണ്ട ദൈവം, രൂത്തിൻ്റെ സ്നേഹത്തെ കണ്ട ദൈവം, ബത്ശബയുടെ തകർന്ന ഹൃദയത്തിൻ്റെ ദൈവമേ ആകുലതകളെ കണ്ട് അവളെയും തിരഞ്ഞെടുത്ത ദൈവം, കർത്താവേ സ്തോത്രം. ദൈവമേ, മറിയയുടെ വിശുദ്ധ ജീവിതത്തെ കണ്ട ദൈവം, ഞങ്ങളുടെ ജീവിതത്തെയും കണ്ട ഞങ്ങളുടെ തലമുറകളെ ദൈവമേ ചില പ്രത്യേക പദവികളിലേക്ക് എത്തിച്ച് അവരുടെ പേരിനെ പലതിലും എഴുതി വെച്ച് അവിടെ നിന്ന് അവരെ മാനിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ. കുടുംബങ്ങളിൽ കർത്താവേ, ഇന്ന് എന്താവശ്യത്താൽ അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു, ഈ ഭൂമി സംബന്ധിച്ച്, അവരുടെ കുടുംബജീവിതം സംബന്ധിച്ച്, സാമ്പത്തിക വിഷയങ്ങളിൽ ഏത് വിഷയത്തിൽ അവർ ഭാരത്തോടു കൂടിയായിരിക്കുന്നു, കർത്താവിൻ്റെ കൃപ ആ വിഷയത്തിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോണുകൾ അടയ്ക്കുവാൻ കഴിയാതെ, ജപ്തികൾ വന്ന് ഒരു ഭവനമില്ലാതെ, വാടക കൊടുക്കുവാൻ കഴിയാതെയൊക്കെ ഇരിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ നന്മയുടെ കരങ്ങളെ അവിടെ നിന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വിദേശത്തും ദൈവമേ സ്വദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർ ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് കർത്താവേ കൃപയുടെ ചിറകിൽ മറഞ്ഞിരിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ജയം, ഭാവി ജീവിതത്തെ സംബന്ധിച്ച് നല്ല വിവാഹ ബന്ധങ്ങൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.